കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിയമവിരുദ്ധമായി 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. 2018 നടത്തിയ നിക്ഷേപത്തിന്റെ വിവരങ്ങൾ KFC വാർഷിക റിപ്പോർട്ടിൽ മറച്ചുവെച്ചുവെന്നും സതീശന്റെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിക്ഷേപം നടത്തിയതെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. 2018 അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ KFC നിക്ഷേപം നടത്തിയത്. കമ്പനി അന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നും പൂട്ടാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ചത് കമ്മീഷൻ വാങ്ങിയാണെന്നും രേഖകൾ പുറത്തുവിട്ട് സതീശൻ ആരോപിച്ചു. 26/4/2018 അനിൽ അംബാനിയുടെ RCFL, അതായത് റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. 7 കോടി 9 ലക്ഷം രൂപ കിട്ടുന്നു. ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. നിക്ഷേപം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ആക്ടിന്റെ കീഴിലാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നടക്കേണ്ട പണമിടപാടുകളിലെ സുതാര്യതയും നടപടിക്രമങ്ങളും പ്രൊസീജിയറെല്ലാം ആ പ്രൊസീജിയർ മുഴുവൻ വയലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അഴിമതി നടത്താനല്ലെങ്കിൽ 2018 19 വാർഷിക റിപ്പോർട്ടിൽ കമ്പനിയുടെ പേര് എന്തിന് മറച്ചുവെച്ചെന്ന് രേഖകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. 2019 കമ്പനി പൂട്ടിപ്പോയതിനു ശേഷമുള്ള വാർഷിക റിപ്പോർട്ടിൽ മാത്രമാണ് കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. പലിശ സഹിതം 101 കോടി നഷ്ടം വന്നെന്നാണ് കണക്ക്. അതേസമയം സതീശന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്. നിക്ഷേപം നടത്തുന്ന തലേവർഷം 250 കോടി രൂപയാണ് ഈ കമ്പനിയുടെ ലാഭം. ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത്. നിക്ഷേപം നടത്തുന്ന സമയത്ത് അത് മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ല, അതിന് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ഉണ്ട്, അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടത്തിയ നിക്ഷേപത്തിൽ തെറ്റില്ലെന്ന് മുൻ ധനമന്ത്രി പറയുന്നു. കമ്മീഷൻ ആരോപണത്തിൽ സതീശൻ തെളിവ് കൊണ്ടുവരട്ടെ എന്നാണ് തോമസ് ഐസക്കിന്റെ വെല്ലുവിളി. ആരോപണങ്ങളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ വി.ഡി. സതീശൻ പുറത്തുവിട്ടേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.